നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി പ്രകാരം ഹരിതകർമ്മ സേനയ്ക്ക് സ്വന്തമായി വാഹനവും യൂണിഫോമും വിതരണം ചെയ്തു. വാർഷിക പദ്ധതി പ്രകാരം 70,07,000 രൂപ വകയിരുത്തിയാണ് വാഹനം നൽകിയത്. പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ ജെ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത ES ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വാഹനങ്ങളുടെ താക്കോലും യൂണിഫോമും കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KV പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, TC ഉണ്ണികൃഷ്ണൻ, KK സന്തോഷ് എന്നിവർ സംസാരിച്ചു. VEO ദീപേന്ദു MD, HI റീജ KR, പ്രേരക് സിന്ധു AS, CDS ചെയർപേഴ്സൺ രഞ്ജി രഞ്ജൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വണ്ടി കൈമാറ്റം കൂടിയാണ് നടക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് തലത്തിൽ മാലിന്യങ്ങളെ വേർതിരിച്ചു കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു പഞ്ചായത്തിൻ്റെ കടമയാണ്. അവർക്ക് വേണ്ട യൂണിഫോം ആയാലും, അതുപോലെ തന്നെ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലത്ത് നടക്കുമ്പോൾ ബൂട്ട്, മാസ്ക്, തൊപ്പി, റെയിൻകോട്ട്, ഗ്ലൗസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ മാലിന്യങ്ങൾ അവിടെ ഇവിടെയും നിറച്ച് വെക്കാതെ നമ്മൾ അതാത് സമയത്ത് ഈ വണ്ടിയിൽ നമുക്കിവിടെ MCFൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനും കഴിയും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്, പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ 7,07,000 രൂപയാണ് നമുക്ക് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് തുടങ്ങി വെച്ചതാണ്. അതിപ്പോഴാണ് നമുക്ക് കിട്ടി നിങ്ങൾക്ക് കൈമാറി തരുന്നത്. ഇനി ഈ ഇലക്ഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഡ്രൈവറെ കണ്ടെത്തി ആ ഡ്രൈവർ എന്നും നിങ്ങളോട്